ഈ PV അൻവർ സ്വതന്ത്രനായ ഒരാളാണ്, പാർട്ടി മെമ്പറല്ല. സ്വാഭാവികമായിട്ടും വിഷയങ്ങളെ സംബന്ധിച്ച് പാർട്ടി വേദികളിൽ അദ്ദേഹത്തിന് ഉന്നയിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് പാർലമെൻ്ററി പ്രവർത്തനത്തിൽ രംഗത്തുള്ള ആളായതുകൊണ്ട് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തി എപ്പോഴും മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിക്കാം, പാർട്ടി സെക്രട്ടറിയെ കണ്ട് സംസാരിക്കാം. വിഷയങ്ങൾ ഞങ്ങൾ ആരും സംസാരിച്ചാലും ഗൗരവപൂർവ്വം പാർട്ടി പരിശോധിക്കുകയാണ് ചെയ്യുക. പാർട്ടിയുടെ ഒരു രീതി അതാണ്. ഒരു വിഷയം പാർട്ടിയുടെ മുന്നിലേക്ക്, പാർട്ടിയുടെ ശ്രദ്ധയിലേക്ക് വരേണ്ട ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ അതീവ ഗൗരവത്തോടു കൂടിയാണ് അതിനോട് പ്രതികരിക്കുക. അപ്പോൾ ഒരു സ്വതന്ത്ര MLA എന്ന നിലയ്ക്ക് അൻവർ പറഞ്ഞ കാര്യങ്ങളെ ഞങ്ങളതിൻ്റെ സൂക്ഷ്മതലത്തിൽ ഗൗരവബുദ്ധിയോടുകൂടിയാണ് സമീപിച്ചത്. പക്ഷേ കാര്യങ്ങൾ അതിൽ നിയമാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായിട്ടാണ് അതിൽ നമുക്ക് ഇടപെടാൻ കഴിയുക. ആ ഇടപെടലാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ആ ഇടപെടലേ ഗവൺമെൻറ്റിനും നടത്താൻ കഴിയും. ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ പൊതുവായി സ്വീകരിക്കുന്ന ഒരു നിലപാട്, അത് ഗവൺമെൻറ്റാണ് പൊതുവെ ഭരണനിർവഹണം നടത്തുക. ദൈനംദിനമായ ഭരണനിർവഹണ കാര്യങ്ങളിൽ പാർട്ടി ഇടപെടില്ല. അത് പാർട്ടിയുടെ രീതിയല്ല. പാർട്ടി പൊതുനയം രൂപീകരിക്കുകയാണ്. ഗവൺമെൻറ്റിൽ പ്രവർത്തിക്കുന്ന സഖാക്കൾ ആ പൊതുനയത്തിന് അനുയോജ്യമായി ആ പ്രവർത്തനം നടത്തും. പാർട്ടി ദൈനംദിന ഭരണനിർവഹണത്തിലല്ല ഇടപെടുക. എന്നാൽ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മുടെ നയസമീപനത്തിന് വിരുദ്ധമായിട്ട് നടക്കാമല്ലോ. ഈ സമൂഹത്തിൻ്റെ സവിശേഷതകളിലൊക്കെ നടക്കാം. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ യഥാസമയം ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ സംബന്ധിച്ചും പരിശോധിക്കും. അതിൻ്റെ വേഗതയെ സംബന്ധിച്ച്, പരിമിതികളുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് സൂക്ഷ്മ പരിശോധനകൾ യഥാസമയം പാർട്ടി നടത്തുകയും ചെയ്യും. പക്ഷേ ദൈനംദിന പ്രവർത്തനം ഗവൺമെൻറ്റാണ് നടത്തുക, അത് പാർട്ടിയല്ല. ദൈനംദിന ഭരണം നിർവഹിക്കുന്നത് ഗവൺമെൻറ് തന്നെയാണ്. അത് സമൂഹത്തിനും നല്ലതാണ്, പാർട്ടിക്കും നല്ലതാണ്. നല്ല നിലയിൽ കാര്യങ്ങളെ മുന്നോട്ട് പോകാൻ സഹായകരമായ തരത്തിലുള്ള ഒരു സംവിധാനവുമാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് പാർട്ടി പ്രവർത്തിക്കുക. ഇദ്ദേഹം പാർട്ടി അങ്ങല്ലാത്തതുകൊണ്ട് ഈ പ്രവർത്തന രീതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ പരിമിതികൾ ചിലപ്പോൾ ഉണ്ടാവും, സംഭവിക്കുക, അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ധാരാളം സ്വതന്ത്ര MLA മാർ, സ്വതന്ത്രനായ MP, എല്ലാവരും മന്ത്രി, ഇവർക്ക് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് പാർട്ടി അച്ചടക്കത്തിന് വിധേയമായിട്ടല്ല അവർ പ്രവർത്തിക്കുന്നത്. അതേസമയം അവരുടെ അഭിപ്രായങ്ങൾക്ക് മുഖവിലക്കെടുത്ത് നല്ല തരത്തിലാണ് പാർട്ടി എല്ലാ സന്ദർഭത്തിലും കൈകാര്യം ചെയ്ത് പോരുന്നത്. അതാണ് ഇക്കാര്യത്തിൽ നമ്മൾ ചെയ്തു പോന്നിട്ടുള്ളത്.